കൺസിഡറബിൾ ഡെറ്റില് നിങ്ങൾ ഇത്രയും ഭാഗം എഴുതിയാൽ മതി ഈ ബുക്കില്. ഓക്കെ, ഇതിൻ്റെ അകത്ത് കൺസിഡറബിൾ ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആ സെക്ഷൻ എഴുതണം, ഇല്ലസ്ട്രേഷൻ എഴുതണം എന്ന് പറഞ്ഞു. സെക്ഷനും ഇല്ലസ്ട്രേഷനും അല്ലേ? കൺസിഡറേഷൻ എന്താന്നുള്ളത് അതിൻ്റെ അകത്ത് 3 ഇല്ലസ്ട്രേഷൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് എന്താണ് കൺസിഡറേഷൻ പറഞ്ഞിരിക്കുന്നത്? എനിത്തിങ് ഡൺ or any promise made for the benefit of the principal debtor may be a sufficient consideration to the surety for giving the guarantee. എന്താ അതിന്റെ അർത്ഥം? Anything done or any promise made for the benefit of the principal debtor may be a sufficient consideration to the surety for giving the guarantee. അതായത് ഇപ്പം പ്രിൻസിപ്പൽ ഡെറ്ററുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെ ഒരു സഫീഷ്യന്റ് കൺസിഡറേഷൻ ആണ് അല്ലേ? പ്രിൻസിപ്പൽ ഡെറ്ററും ക്രെഡിറ്ററും ഷ്യൂറിറ്റി. ഓക്കെ, അപ്പൊ ഈ ക്രെഡിറ്റർ പ്രിൻസിപ്പൽ ഡെറ്ററിന്റെ ബെനിഫിറ്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു കൺസിഡറേഷൻ ആണെന്ന് ഷ്യൂറിറ്റിക്ക്. ഈ ഷ്യൂറിറ്റിയും ക്രെഡിറ്ററും തമ്മിലുള്ള അതാണ് പറഞ്ഞത് എനിത്തിങ് ഡൺ. അപ്പൊ ഈ എനിത്തിങ് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ആയിരിക്കുമോ എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇല്ലസ്ട്രേഷൻ സി വായിച്ചു കഴിഞ്ഞാൽ എന്താ മനസ്സിലാവുക? എ സെൽസ് ആൻഡ് ഡെലിവേഴ്സ് ഗുഡ്സ് ടു ബി. അതായത് എ ബിക്ക് ഗുഡ്സ് സെൽ ചെയ്ത് ഡെലിവർ ചെയ്യും. ഓക്കെ, പക്ഷെ ഈ സി ആണ് ഇവിടുത്തെ ഷ്യൂറിറ്റി. ഓക്കെ, സി ആഫ്റ്റർവേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇത് സെൽ ചെയ്ത് ഡെലിവർ ചെയ്തതിന് ശേഷം ഇയാള് ഇത് ഗ്യാരണ്ടി തന്നു. സി ആഫ്റ്റർവേർഡ് വിത്തൗട്ട് എനി കൺസിഡറേഷൻ അഗ്രീസ് ടു പേ ഫോർ ദം. ഇവിടെയാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി വരുന്നത്. അഗ്രിമെന്റ് ഈസ് വോയിഡ്. ഓക്കെ, അഗ്രിമെന്റ് വോയിഡ് ആണ്. ഇതാണ് ഇല്ലസ്ട്രേഷൻ സി പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ്. ഇനി ഈ കേസ് വായിച്ചു നോക്കൂ. ഇനി ഗ്യാരണ്ടി ഫോർ പാസ്റ്റ് ഡെറ്റ് എഴുതുക. ആ ഇല്ലസ്ട്രേഷൻ എഴുതിയില്ല, സെക്ഷൻ എഴുതി, ഇല്ലസ്ട്രേഷൻ എഴുതി. ഇനി ഒരു കേസ് ലോയും കൂടെ വേണം. ആ കേസിലോ ഇത് എഴുതിയാൽ മതി. എം ഗുലാം ഹുസൈൻ ഖാൻ വേഴ്സസ് എം ഫൈസ് അലി ഖാൻ. ഇതിന്റെ അകത്ത് എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത് പാട്ടത്തിന് കൊടുത്തിരിക്കുക. ഒരു ലെസ്റ്റർ ഉണ്ട്, ഒരു ലെസ്സി ഉണ്ട്. ലെസ്റ്റർ ലെസ്സി എന്നാണല്ലോ ആ ഇതിന് പറയുന്നത്. ലെസ്സി ഇവരെന്ത് ചെയ്തിച്ചാൽ ഈ ലെസ്സി ലെസ്റ്ററിന് കുറച്ച് സം അഗ്രി ടു പേ ദ സം ഡ്യൂ അണ്ടർ എ ലീസ്. ഇതൊരു ലീസ് അഗ്രിമെന്റ് ആണ്. ഓക്കെ, ലീസ് അഗ്രിമെന്റില് under a lease by certain installments, and after a few days a person executed a security bond binding himself to pay a certain amount in default of the payment of installment. Okay, അപ്പം ഈ ലെസ്സി ലെസ്റ്റർക്ക് പൈസ കൊടുത്തോളാന്ന് പറഞ്ഞു. under a lease by certain installments. ഓക്കെ, certain installments പൈസ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പം ഇതിന് ഒരാൾ ഗ്യാരണ്ടി നിൽക്കുകയാണ്. അപ്പൊ ആ ഗ്യാരണ്ടി നിൽക്കുക ഒരു ഷുവർട്ടി നിൽക്കുകയാണ്. ഇവർ തമ്മിലൊരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഉണ്ട്. അപ്പം ഈ കോൺട്രാക്ടിന് കൺസിഡറേഷൻ ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് കൊടുത്തോളാന്ന് പറഞ്ഞു. certain installments and after a few days, after a few days, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് after a few days a person executed a surety bond. surety bond execute ചെയ്തു. അപ്പം ഇതിവിടെ ശരിക്ക് ഇവിടെ കൺസിഡറേഷൻ ഉണ്ടോ? എന്താ നിങ്ങൾ എന്താ മനസ്സിലാക്കി? നമ്മൾ കേസിന്റെ ഫാക്ട് മനസ്സിലായില്ലേ? ഒരു ലീസ് അഗ്രിമെന്റ് ആണ്. ലെസ്റ്റർ ഉണ്ട്, ലെസ്സി ഉണ്ട്. അപ്പൊ ലെസ്സി പീരിയോഡിക്കലായിട്ട് ഇങ്ങനെ കുറച്ച് ഡ്യൂ ആയിട്ടുള്ള പൈസ ഇയാൾക്ക് കൊടുത്തോളാം എഗ്രി ചെയ്യണം. ആ എഗ്രി ചെയ്തതിന്റെ ശേഷം ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ഈ പേഴ്സൺ വേറെ പേഴ്സൺ ഒരു ഷുവർട്ടി ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തു. എന്താണ് അതിന്റെ ഷുവർട്ടി ബോണ്ട് പറയുന്നത്? ബൈൻഡിങ് ഹിംസെൽഫ് ടു പേ എ സർട്ടൺ എമൗണ്ട്. ഞാൻ കുറച്ച് എമൗണ്ട് പേ ചെയ്തോളാം ഇൻ ഡിഫോൾട്ട് ഓഫ് പേയ്മെന്റ് ഓഫ് ഇൻസ്റ്റാൾമെന്റ്. മറ്റേയാൾ പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പേ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരു ഷുവർട്ടി ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തു. എന്താണ് ഇപ്പൊ അവിടെ സംഭവിക്കുക? ഇത് ശരിക്ക് എന്താ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്? ഇതിപ്പം ഇതൊരു കൺസിഡറേഷൻ ഉണ്ടോ അവിടെ? നിങ്ങൾ ആരെയും പറയേണ്ടി വരും കേട്ടോ. അത് ജയേഷ് ഇല്ല. ജയേഷ് ഉണ്ടെ ജയേഷിനെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിക്കാനും.
സുരേഷ് വരുന്നില്ല എന്നാ പറഞ്ഞത്. എന്നെ കുറെ തെറിയും വിളിച്ചു. അപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പൊ നമ്മുടെ ഇല്ലസ്ട്രേഷൻ തേർഡ് എന്താ വായിക്കുക, അതായത് നമ്മളിപ്പം ലെറ്ററും ലെഫ്റ്റിയും കൂടെ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തു, അതിന് പൈസ കൊടുക്കാന്ന് പറയും. അതിന്റെ ശേഷമാണ് മറ്റേ ഷൂറിറ്റി ആയിട്ട് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പം കണ്ടോ, ഈ ആഫ്റ്റർവേർഡ് വിത്തൗട്ട് കൺസിഡറേഷൻ അഗ്രീസ് ടു പേ. ആ അഗ്രിമെന്റ് വോയിഡ് ആണെന്നാണ് ഇല്ലസ്ട്രേഷൻ പറയുന്നത്. അതായത് പാസ്റ്റ് കൺസിഡറേഷൻ, അതായത് മുമ്പ് ഒരു അഗ്രിമെന്റ് ഉണ്ടായി, അവർ തമ്മിൽ പൈസ കൊടുത്തോളാന്ന് പറഞ്ഞു. ഈ പൈസ കൊടുത്തോളാന്ന് പറഞ്ഞതിന്റെ ശേഷമാണ് ഈ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാവുന്നത്, ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഉണ്ടാവുന്നത്. അപ്പൊ അത് ശരിക്കും അത് വാലിഡ് ആണോ? അത് വാലിഡ് ആണോ? ഇത് വായിച്ചു നോക്കൂ. എ സെൽസ് ആൻഡ് ഡെലിവേഴ്സ് ഗുഡ്സ് ടു ബി. എ സെൽസ് ആൻഡ് ഡെലിവേഴ്സ് ഗുഡ്സ് ടു ബി. സി ആഫ്റ്റർവേർഡ്. സി അതിനുശേഷം ആഫ്റ്റർവേർഡ് വിത്തൗട്ട് കൺസിഡറേഷൻ അഗ്രീസ് ടു പേ ഫോർ ദം ഇൻ ഡീഫോൾട്ട് ഓഫ് ബി. അപ്പൊ ഇവിടെ അതല്ലേ സംഭവിച്ചിരിക്കുന്നത്. ലെസ്സിന് പൈസ കൊടുക്കാനുണ്ട്. അപ്പൊ പൈസ കൊടുക്കാൻ അതിന്റെ ശേഷം കണ്ട, എ ലെസ്സി അഗ്രീസ് ടു പേ ദ സം ഡ്യൂ അണ്ടർ എ ലീസ് ബൈ സർട്ടൻ ഇൻസ്റ്റാൾമെന്റ്സ് ആൻഡ് ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് a person executed a surety bond binding himself to pay a certain amount in default of payment of installment. എന്താ പോലെ സംഭവിക്കുക പറയും? ഇത് വാലിഡ് ആണോ ഈ അഗ്രിമെന്റ്? ഇയാള് ശരിക്കും ഷുവർട്ടിക്ക് ലയബിലിറ്റി ഉണ്ടോ അവിടെ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ആരെങ്കിലും എന്തെങ്കിലും പറയും? കൺസിഡറേഷൻ ഇല്ല അവിടെ അല്ലെ? കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇതിന്റെ ശേഷമാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ കോർട്ട് ഹെൽഡ് ദാറ്റ് ദ ബോണ്ട് വാസ് നോട്ട് വിത്തൗട്ട് കൺസിഡറേഷൻ. മനസ്സിലായില്ലേ? കോടതി പറഞ്ഞു ഇതിന് അത് കൺസിഡറേഷൻ ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. ഈ എനിത്തിങ് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, എനിത്തിങ് ഡൺ. വാട്ട് ഈസ് എനിത്തിങ് ഡൺ? എനിത്തിങ് ഡൺ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് കൺസിഡറേഷൻ ആയിക്കൂടെ എന്നാ ചോദിച്ചത് കോടതി. അത് ശരിയല്ലോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിത്തിങ് ഡൺ നമ്മൾ ആക്ട് ഒന്ന് വായിച്ചോളൂ. ആക്ടിലെ സെക്ഷൻ എനിത്തിങ് ഡൺ ഓർ എനി പ്രോമിസ് മെയ്ഡ് ഫോർ ദ ബെനിഫിറ്റ്. എനിത്തിങ് ഡൺ എന്താണ് എനിത്തിങ് ഡൺ or any benefit made for the benefit of the principal debtor may be a sufficient consideration to the surety. എന്തെങ്കിലും ഒരു കാര്യം എനിത്തിങ് ഡൺ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് അല്ലേ? അങ്ങനെയാണ് കോടതി അതിനെ എടുത്തത് കേട്ടോ. കോടതി പറഞ്ഞ എനിത്തിങ് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിത്തിങ് ഡൺ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ പ്രിൻസിപ്പൽ ഡെറ്റർ. പ്രിൻസിപ്പൽ ഡെറ്ററിന്റെ ബെനിഫിറ്റിനായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു കൺസിഡറേഷൻ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കോടതി അത് അങ്ങനെ എടുത്തു. കോർട്ട് ഹെൽഡ് ദാറ്റ് ദ ബോണ്ട് വാസ് നോട്ട്. ബട്ട് നിങ്ങൾ പൊള്ളോക്ക് ആൻഡ് മുല്ല എന്നുള്ള ബുക്ക് കേട്ടിട്ടുണ്ടോ? ഒരു വലിയ ജൂറിസ്റ്റ് ആയിരുന്നു പൊള്ളോക്ക് ആൻഡ് മുല്ല കോൺട്രാക്ടില്. പക്ഷെ ദ ഡിസിഷൻ ഹാസ് ബീൻ ക്രിട്ടിസൈസ്ഡ് ഇൻ പൊള്ളോക്ക് ആൻഡ് മുല്ല. ഓക്കെ, the decision also seems to be contrary to the third illustration of the section. ഇത്ര എഴുതി വെച്ചാൽ ഓക്കെ, ഇത്ര എഴുതി വെച്ചാൽ ഈ കേസിന്റെ പേര് എഴുതുക, എന്നിട്ട് ഇങ്ങനെ ഈ അഗ്രിമെന്റ് ഫാക്ട് എഴുതുക. ഒരു പാട്ടം ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് കുറച്ച് പൈസ കൊടുക്കാണ്ടായിരുന്നു ലെസ്സി. അത് കഴിഞ്ഞതിന്റെ ശേഷം വേറൊരാൾ ഷുവർട്ടി നിന്നു. അങ്ങനെ എന്താണ് മറ്റേ ലീസ് പേയ്മെന്റ് ഡീഫോൾട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ കോർട്ട് ഹെൽഡ് ദാറ്റ് ബോണ്ട് വാസ് നോട്ട് വിതൗട്ട് കൺസിഡറേഷൻ. പക്ഷെ ദിസ് ഡിസിഷൻ വാസ് ക്രിട്ടിസൈസ്ഡ് ബൈ പൊള്ളോക്ക് ആൻഡ് മുല്ല എന്ന് മാത്രമല്ല, ഈ ഡിസിഷൻ ഈസ് കോൺട്രറി ടു ദ തേർഡ് ഇല്ലസ്ട്രേഷൻ ഓഫ് ദ സെക്ഷൻ. അപ്പൊ കൺസിഡറേഷനിൽ അത്ര എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത സംഭവം മിസ്റെപ്രസെന്റേഷൻ ആൻഡ് കൺസീൽമെന്റ് ആണ്. മിസ്റെപ്രസെന്റേഷൻ ആൻഡ് കൺസീൽമെന്റ് ഇത് നമ്മൾ സെക്ഷൻ 142 സെക്ഷൻ 143 പറഞ്ഞു. ഓക്കെ, സെക്ഷൻ 142 സെക്ഷൻ 143 പറഞ്ഞു. ഇതിന്റെ നമ്മൾ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. ഇതിന്റെ ഇല്ലസ്ട്രേഷൻ നമ്മൾ കഴിഞ്ഞ ഏതൊരു സെഷനിൽ നമ്മൾ മുഴുവൻ വായിച്ചു. ഇനി ഇതിന്റെ അകത്ത് ഒരു കേസ് ലോ ഉണ്ട്. ആ കേസ് ലോ കൂടെ എഴുതാം. ആ കേസ് ലോ ഉണ്ട്. അപ്പൊ എല്ലാ ഇതിലും ഒരു കേസ് ലോ ആയി.
A very illustrative case is London General Omnibus Company versus Holloway. Okay. ഇതിലെന്താ സംഭവം എന്നറിയാം. The defendant was invited to give a guarantee for the fidelity of a servant. അതായത് ഒരു എംപ്ലോയി സെർവന്റിന് വെച്ചു. എന്നിട്ട് ഈ സെർവന്റിന് വേണ്ടിയിട്ട് അയാളുടെ ആ ഫിഡലിറ്റി എന്ന് പറഞ്ഞാൽ അയാളുടെ സത്യസന്ധത അതിനെപ്പറ്റി ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ ഈ എംപ്ലോയർ ഈ സെർവന്റിനെ ഡിസ്ഓണസ്റ്റിക്ക്, അതായത് സത്യസന്ധതയില്ലായ്മ, ഡിസ്ഓണസ്റ്റിക്ക് വേണ്ടി ഓൾറെഡി ഡിസ്മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഫാക്ട് ഷുവർട്ടിയിൽ നിന്ന് ഡിസ്ക്ലോസ് ചെയ്തില്ല. ഷുവർട്ടിക്ക് ഡിസ്ക്ലോസ് ചെയ്ത് കൊടുത്തില്ല. അയാൾ നിന്ന് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ആ കൺസീൽമെന്റ് എന്നുള്ള സംഭവം അതില്ലേ, ദ സെർവന്റ് കമ്മിറ്റഡ് അനദർ എംബസൽമെന്റ്. ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സെർവന്റിന് വേണ്ടി ഗ്യാരണ്ടി നിൽക്കാൻ പറഞ്ഞു, മറ്റേ ഷുവർട്ടി നിൽക്കാൻ പറഞ്ഞു. അയാൾ ഷുവർട്ടി നിന്നു. പക്ഷെ ഈ ഷുവർട്ടിയുടെ അടുത്ത് ഈ കാര്യം മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ ഓൾറെഡി ഡിസ്ഓണസ്റ്റിക്ക് വേണ്ടിയിട്ട് ഇയാളുടെ മുമ്പുള്ള എംപ്ലോയർ ഇയാളെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് മറച്ചു വെച്ചു. എന്നിട്ട് ഇയാൾ ഷുവർട്ടി കൊടുത്തു. മറിച്ച് ശേഷം ഷുവർട്ടി കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി കൊടുത്തു. ഇത് കൊടുത്തതിന് ശേഷം അയാൾ വേറൊരു എംബസൽമെന്റ് എന്ന് പറഞ്ഞാൽ വേറൊരു തട്ടിപ്പേര് ചെയ്തു. കോടതി വന്നത് ഷുവർട്ടി വാസ് ഹെൽഡ് നോട്ട് ലയബിൾ. The surety believed that he was making himself answerable for a presumably honest man, not for a non-thief. Okay. surety പറഞ്ഞു, ഷുവർട്ടി എന്താ ഇതിനകത്ത് വിശ്വസിച്ചത്? ഷുവർട്ടി ബിലീവ്ഡ് ദാറ്റ് ഹി വാസ് മേക്കിംഗ് ഹിംസെൽഫ് ആൻസറബിൾ ഫോർ എ, ഷുവർട്ടി വിചാരിച്ചത് അയാൾ ഒരു നല്ല ഹോണസ്റ്റ് ആയിട്ടുള്ള മനുഷ്യനായിരിക്കും എന്ന് വിചാരിച്ചു. നോട്ട് ഫോർ എ നോൺ തീഫ് എന്ന് പറഞ്ഞാൽ ഇവരൊരു തീഫ് ആണെന്നുള്ളത് ഓൾറെഡി അറിയാമായിരുന്നു കുട്ടികൾക്ക്. ആ ഫാക്ട് മറച്ചു വെച്ചിരിക്കുകയായിരുന്നില്ലേ. അപ്പൊ അവിടെ ഒരു കൺസീൽമെന്റ് വന്നതുകൊണ്ട് അത് ഇത് പറ്റില്ലല്ലോ. ഇത് സമ്മതിച്ചു. ദാറ്റ് ഇസ് വൈ ഷുവർട്ടി വാസ് ഹെൽഡ് നോട്ട് ലയബിൾ. അപ്പൊ ഈ കേസ് കഴിവുണ്ട്. എല്ലാത്തിലും കേസ് ലോ ആയല്ലോ, മറ്റേലും കേസ് ലോ ആയി, റെപ്രസെന്റേഷൻ. ഇനി അവസാനം ക്ലോസ് ചെയ്യുന്നത് നമ്മൾ ഇതിലാണ്, റൈറ്റിംഗ് നോട്ട് നെസസറി. ഓക്കെ. അപ്പൊ ഇത്രയാണ് എലിമെന്റ്സ് ഓഫ് ദ കോൺട്രാക്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്തായിരുന്നു എഴുതേണ്ടിയിരുന്നത്? ഒരു ബേസിക് എലിമെന്റ്സ് ഓഫ് എ കോൺട്രാക്ട്, എസെൻഷ്യൽസ് ഓഫ് എ ജനറൽ കോൺട്രാക്ട്. അതായത് കോമ്പീറ്റന്റ് ആയിരിക്കണം, അതായത് അൺസൗണ്ട് മൈൻഡ് ആയിരിക്കരുത്, മൈനർ ആയിരിക്കരുത്. ആ സംഭവങ്ങളെല്ലാം എഴുതുക. പ്രീ കൺസെന്റ് വേണം, ഫ്രോഡ്, കൊയേഷൻ, മിസ്റെപ്രസെന്റേഷൻ, മിസ്റ്റേക്ക്, ആ സംഭവങ്ങളെല്ലാം എഴുതുക. രണ്ടാമത് എഴുതുക റിക്കവറബിൾ പ്രിൻസിപ്പൽ ഡെറ്റ് വേണമെന്ന് എഴുതുക. ഓക്കെ. എന്നിട്ട് അതിൻ്റെ അകത്ത് എഴുതുക മൈനറിന്റെ ഗ്യാരണ്ടിയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത സംഭവമൊക്കെ എഴുതുക. പിന്നെ മൂന്നാമത്തത് കൺസിഡറേഷൻ, അതിന്റെ ആ ഡെഫിനിഷൻ, എനിത്തിങ് ഡൺ ഓർ എനി പ്രോമിസ് മെയ്ഡ് എന്നൊക്കെ എഴുതുക. ഇല്ലസ്ട്രേഷൻസ് എല്ലാം എഴുതുക. എന്നിട്ട് ആ കേസ് ലോ എഴുതുക. ആ കേസ് ലോ ഏതാണ്? ആ ലിസ്റ്റ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ നാലാമത്തത് എന്തായിരുന്നു? റിക്കവറബിൾ ഡെറ്റ് കഴിഞ്ഞിട്ട് ഷുവർട്ടിയുടെ മറ്റേ ആ കൺസീൽ 142, 143 സെക്ഷൻ 142, 143. ഇതിന്റെ അത് മിസ്റെപ്രസെന്റേഷനും കൺസീൽമെന്റിന്റെ അകത്ത് ആ എംപ്ലോയർ സെർവന്റിന് വേണ്ടി ഗ്യാരണ്ടി തന്നത് അത് എഴുതുക. പിന്നെ അഞ്ചാമത്തത് റൈറ്റിംഗ് നോട്ട് നെസസറി. ഇത്ര എഴുതി കഴിയുമ്പോൾ ഇതിപ്പോ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണത്. ഇത്രയൊക്കെ എഴുതണമെന്നുള്ളത് എനിക്കറിയില്ല. ഇത് ശരിക്കും 12.5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്റ്റെപ്പ് ഒന്നും ഇല്ലാത്ത. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇല്ലസ്ട്രേഷനും എഴുതണ്ട, സെക്ഷൻ എഴുതുക, ഒരു ഇല്ലസ്ട്രേഷൻ എഴുതുക, ഒരു കേസ് ലോ എഴുതുക. എല്ലാത്തിലും ഞാൻ കേസ് ലോ പറഞ്ഞു. ഇതിന്റെ അകത്ത് 2-3 കേസ് ലോ പറഞ്ഞു. ആ കാശിബയുടെ, പിന്നെ വേറെയും ഒരു എടവൻ കേളപ്പൻ കേസ്, അത് മാറി മറിഞ്ഞു വന്നതാണ്. ആദ്യത്തെ വിരുദ്ധമായിട്ട് വന്നു. കൺസിഡറേഷനിൽ നമ്മളിപ്പോ ഒരു കേസ് ലോ പറഞ്ഞു, പാഠം കൊടുത്തതിന്റെ. മിസ്റെപ്രസെന്റേഷൻ എഴുതുക, കൺസീൽമെന്റ് എഴുതുക, അതിന്റെ ഇല്ലസ്ട്രേഷൻ എഴുതുക. പിന്നെ അതിന്റെ കേസ് എഴുതുക, സെർവന്റിന്റെ കേസിലോ അയാളുടെ ഡിസോണസ്റ്റി മറച്ചു വെച്ചിട്ട് അയാൾ എടുക്കും. അവസാനം റൈറ്റിംഗ്. ഇത്ര എഴുതി കഴിഞ്ഞാൽ 6 മാർക്കിന്റെ എസ്സേ കംപ്ലീറ്റ് ആവും. ഓക്കെ. അപ്പൊ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല, ഇന്ന് നമ്മുടെ അടുത്ത് കഴിഞ്ഞ ഗ്യാരണ്ടി കഴിഞ്ഞു എന്നാണോ സാർ ക്ലാസ്സിൽ പറഞ്ഞു? സാർ അങ്ങനെ എന്തോ പറഞ്ഞല്ലോ. അങ്ങനെയാണോ ടെർമിനേഷൻ? അങ്ങനെയാണോ പറഞ്ഞത്? ഗ്യാരണ്ടി കഴിഞ്ഞു എന്നാണോ സാറ് പറഞ്ഞത്? അങ്ങനെ എന്തോ ഞാൻ കേട്ടു. കഴിഞ്ഞു. ഇന്റർമിനേറ്റും ഗ്യാരണ്ടി ആണ്, അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ക്ലാസ് കുറച്ചേ ഉള്ളൂ. അങ്ങനെയാണ് പറഞ്ഞത്. അല്ലല്ല, പക്ഷെ ഗ്യാരണ്ടിയിൽ 22 സെക്ഷൻസ് ഉണ്ടല്ലോ. ജസ്റ്റ് പറഞ്ഞു പോയി.
അല്ലല്ല അത് കഴിഞ്ഞു എന്നാണോ പറഞ്ഞത്? അത് വായിച്ചിട്ട് പോലും ഇല്ലല്ലോ. ഇപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഞാനത് ശ്രദ്ധിക്കാതെ ഞാൻ ഫാമിലി ലോയുടെ ഇത് നോക്കുന്നു. ഞാൻ ശിവപ്പയും കൊടുത്തു. ഓക്കെ 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 ആ ആ ആ. വെറുതെ ഒരു പ്രൊവക്കേഷൻ വേണ്ടാന്ന് വിചാരിച്ചു. എനിക്ക് അതല്ല കേട്ടതാണ് കഴിഞ്ഞു. അതല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ശിവപ്രിയായിട്ട് എന്തുകൊണ്ടാണ് ഡിസ്കസ്? നിങ്ങളുടെ ഒരേ കേസിലാണോ? എന്റെ കേസിലോ? നിങ്ങളുടെ രണ്ടുപേരുടെ ഒരേ കേസിലാണ്? അല്ല ശിവപ്രിയയും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ജഡ്ജ്മെന്റ് കോപ്പി മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനും പറഞ്ഞ എന്റെ കേസിലോ ഇങ്ങനെയാണ്. അപ്പൊ അവള് ജസ്റ്റ് അതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയതാ. അതല്ല ഈ കേസിലും അല്ലാതെ എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? അതായത് ഈ നമുക്ക് സാധാരണ നെറ്റിൽ കിട്ടുമ്പോഴേ ആ ജഡ്ജ്മെന്റ് അല്ലാതെ ആ ആ കേസിന്റെ ഫാക്ട് ഇഷ്യൂസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരിക്കും. ചിലപ്പോ അതിന്റെ അനാലിസിസ് വരെ അതില് നെറ്റിൽ കിട്ടാറുണ്ട്. അത് അപ്പൊ ശരി. 2-3 സൈറ്റ് നോക്കി കഴിഞ്ഞിട്ട് അതിന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ചില സമയത്ത് വേണ്ടപ്പോ കുറച്ച് ഡീറ്റെയിൽസ് മറ്റേതിലായിരിക്കേണ്ടത്. അങ്ങനെ കഴിഞ്ഞ തവണ എനിക്ക് ഹോളോവേ അങ്ങനെ ഒരു കേസ് കിട്ടി. അപ്പൊ ബുക്ക് റെഫർ ചെയ്തു, സൈറ്റിലും നോക്കി, അങ്ങനെ കിട്ടിയതായിരുന്നു. അപ്പൊ അതേപോലെ ഓക്കെ വല്ലതും കിട്ടുമോ നോക്കിയതായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഒന്നാമത് ഈ സബ്ജക്ട് പഠിക്കാതെ ഇങ്ങനെ ഞാൻ എന്റെ കേസിലോട്ട് വായിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. കാരണം ആ സബ്ജക്ട് പഠിച്ചിട്ടില്ലല്ലോ, സക്സഷൻ പഠിച്ചിട്ടില്ലല്ലോ നമ്മള്. അപ്പൊ അതുകൊണ്ടായിരിക്കും അതായിരിക്കും. അതുകൊണ്ടായിരിക്കും അത് മനസ്സിലാവാത്തത്. അപ്പൊ ഈ സംഭവം കഴിഞ്ഞ് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ഞാനിപ്പോ പറയാറ്, നമുക്ക് സാറ്റർഡേ സൺഡേ ഒരു 2 മണിക്കൂർ ഡിസ്കസ് ചെയ്താലോ? നമുക്ക് ഇങ്ങനെ ഈ പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല കേട്ടോ. ഇപ്പൊ എന്തൊക്കെയോ നമ്മൾ പറയുന്നത് കേട്ടു. അതായത് ഒക്ടോബറിൽ നിങ്ങൾക്ക് 2 ആഴ്ച, അതായത് ജൂനിയേഴ്സ് വരുമ്പോൾ ക്ലാസ് ഉണ്ടാവില്ല എന്നോ, പിന്നെ സെപ്റ്റംബറിൽ മുഴുവൻ വാല്യുവേഷൻ ക്യാമ്പ് ആണെന്നോ എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ സാറ്. സാർ എന്തൊക്കെയോ പറയും, എനിക്ക് പെട്ടെന്നൊന്നും ക്ലിക്ക് ആയില്ല. സാറ് പറഞ്ഞു സെപ്റ്റംബറിൽ വാല്യുവേഷൻ വരും, ഒക്ടോബറിൽ നിങ്ങൾക്ക് വെക്കേഷൻ ആയിരിക്കും. വെക്കേഷൻ അല്ല, എന്തോ ഒരു സംഭവം പറഞ്ഞു സാറ്. ഒന്നും ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലായതുമില്ല. ജൂനിയേഴ്സ് വരുവാണ്ട് നിങ്ങളെ വിടുന്നത്. ലാസ്റ്റ് ഇയർ നമ്മള് വന്നപ്പോഴേ സീനിയേഴ്സിന് ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ. അതെ. അതേപോലെ ഈ ജൂനിയേഴ്സ് വരുമ്പോ സീനിയേഴ്സിന് കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പുറകുന്ന എല്ലാവരും പറഞ്ഞു അങ്ങനെ വെക്കേഷൻ വരാറുണ്ട്,